ഹലോ എവരിവൺ, ഇന്നലെ സർവമായ എന്ന സിനിമ കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഷോ ഇല്ലാത്തതിനാൽ ഏകദേശം 100 കിലോമീറ്റർ യാത്ര ചെയ്ത് ഈവനിംഗ് ഷോ ആണ് കാണാൻ സാധിച്ചത്. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നിവിൻ പോളിയാണ് ഈ സിനിമയിൽ ലീഡിംഗ് റോളിൽ എത്തിയത്. ഏകദേശം 2.5 മണിക്കൂറിൽ താഴെയാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. സിനിമ ഒരു ഫീൽ ഗുഡ് ജോണറിലുള്ള കഥ പറച്ചിലായിട്ടാണ് അനുഭവപ്പെട്ടത്. സത്യൻ അന്തിക്കാടിന്റെ മകനായിട്ടുള്ള അനൂപ് സത്യനാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ മുൻ സിനിമകളായ പാച്ചുവും അത്ഭുത വിളക്കും വരങ്ങാവശ്യമുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഒരു തുടർപാതയൊക്കെ പിന്തുടർന്നുകൊണ്ടുള്ള രീതിയിലാണ് ഈ സിനിമയും എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് തോന്നിയത്. സിനിമയുടെ കഥ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പുതിയ കഥയായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി തികച്ചും ഒരു ഫ്രഷ്നെസ് നിലനിർത്തിയ ഒരു പുതിയ രീതിയിലാണ്. ആദ്യ ഭാഗം അജു വർഗീസ് ആൻഡ് നിവിൻ പോളി കോംബോയാണ് കഥ പറയുന്നത്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ നിവിൻ പോളിയും മറ്റൊരു ഫീമെയിൽ ടോണും തമ്മിലുള്ള കോംബോയായി കഥ വെച്ചു മാറുന്നു. അത്യാവശ്യം ബോറടിപ്പിക്കാതെ ലളിതമായും സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചെറിയ തമാശകളുമൊക്കെയായി ഹൃദ്യമായി ഫസ്റ്റ് ഹാഫ് അങ്ങനെ കടന്നു പോകുന്നു. സെക്കൻഡ് ഹാഫ് ഒരു ഇമോഷണൽ ഫീൽ ഗുഡ് സ്റ്റോറി ലൈനപ്പായാണ് അനുഭവപ്പെട്ടത്. പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ സോങ്സ് അത് വളരെ നല്ലതായിട്ട് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ ചില പ്രകൃതി ഭംഗി നിറഞ്ഞ പാലക്കാടൻ ഗ്രാമഭംഗി വളരെ നല്ലതായിട്ടാണ് തോന്നിയത്. ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് മൂവി പ്ലസ് നിവിൻ കോംബോയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉള്ളതായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ ഇതിലെ നായികയായിട്ട് വന്ന നടിയും പ്രത്യേകം കൈയടി അർഹിക്കുന്നു. തന്റെ കഥാപാത്രം വളരെ മിതത്വത്തോടെ കൈകാര്യം ചെയ്യാൻ നായികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ ദേവൻ, ജനാർദ്ദനൻ, അൽഫോൺസ് പുത്രൻ, മേതിൽ ദേവിക തുടങ്ങിയ മറ്റു ചില കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. നിവിന്റെ അച്ഛനായിട്ട് വന്ന ആർട്ടിസ്റ്റും നല്ലതായിട്ട് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിനൊക്കെ ഫാമിലിക്കൊക്കെ കാണാൻ പറ്റിയ ഒരു ക്ലീൻ ഫാമിലി എല്ലാവർക്കും കാണാൻ പറ്റിയ ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ഫാമിലി ഫീൽ ഗുഡ് എന്റർടൈനർ ആയിട്ടാണ് ഈ സിനിമ പരിഗണിക്കാവുന്നത്. മൊത്തത്തിലൊരു എബോവ് എവറേജ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമയെക്കുറിച്ച്? നിങ്ങളെല്ലാവരും സിനിമ പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ദയവായി കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.